നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. വിഷു കൈനീട്ടം 2026 മലമ്പുഴ കടുക്കാവുന്നം GLP സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ വിദ്യ ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ ദേശമെന്നിൽ വെച്ച് നിരാലംബർക്കൊരു കൈത്താങ്ങ് എന്ന പദ്ധതിയുടെ ഭാഗമായി വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന 40ഓളം പാവങ്ങളായ വയോധികർക്ക് വിഷു കൈനീട്ടം എന്ന പേരിൽ സാമ്പത്തിക സഹായം നൽകി. കടുക്കാവുന്നം ഗവൺമെന്റ് LP സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളായ NN ജയകുമാർ, T അഭിലാഷ്, ശ്രീനിവാസൻ R, പ്രവീൺ G നായർ, ബേബികുട്ടൻ, ഗണേഷ് K, ഗുരുജി ഗുരുവായൂരപ്പൻ എന്നിവർ നേതൃത്വം നൽകി. സ്വദേശത്തും വിദേശത്തുമുള്ള പൂർവ്വ വിദ്യാർത്ഥികളാണ് ഇതിനാവശ്യമായ ഫണ്ട് നൽകിയത്. സാമൂഹ്യ പ്രവർത്തകൻ PK രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. കടുക്കാവുന്നം ഗവൺമെന്റ് LP സ്കൂൾ പ്രധാനാധ്യാപിക ജ്യോതി അധ്യക്ഷയായി. ബിന്ദു ടീച്ചർ, MG കൃഷ്ണദാസ്, N ദേവദാസ്, ഉണ്ണികൃഷ്ണൻ N, വാർഡ് മെമ്പർമാരായ ബിന്ദു, സുചിത്ര ജയകുമാർ, ലീലാവതി, ഗുരുസ്വാമി, ഗോപിനാഥൻ മാസ്റ്റർ, തങ്കപ്പൻ, NN ജയകുമാർ, ഗുരുജി ഗുരുവായൂരപ്പൻ മുതലായവർ സംസാരിച്ചു. വളരെ പ്രൗഢഗംഭീരമായ ഒരു സദസ്സായിരുന്നു ഉണ്ടായിരുന്നത്. വിഷു കൈനീട്ടം കിട്ടിയപ്പോൾ വയോധികർക്ക് വളരെ അധികം സന്തോഷമുള്ളതായി പറഞ്ഞു. നമ്മുടെ ഓരോരുത്തരുടെയും പഴയകാല ചരിത്രങ്ങൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ എത്രത്തോളം വളർന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു കാലത്തുണ്ടായിരുന്ന കടുക്കാംകുന്നമൊന്നുമല്ല ഇന്നത്തെ കടുക്കാംകുന്നമാണോ? എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് മണ്ണെണ്ണ വിളക്കിൻ്റെ വെട്ടത്തിലിരുന്നു കൊണ്ട് പഠിച്ചിരുന്ന ഞങ്ങളൊക്കെ തന്നെ, അല്ലെങ്കിൽ ഞങ്ങളുടെ മക്കളൊക്കെ തന്നെ ഇപ്പോൾ ഇന്ന് വലിയ വലിയ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള, സംവിധാനങ്ങളോട് കൂടിയിട്ടുള്ള പഠനത്തിലേക്ക് കടന്ന് ഉന്നത വിദ്യാഭ്യാസം നേടി എന്ന് പറയുമ്പോൾ ഈ വിദ്യാലയത്തെ നമുക്കൊരിക്കലും മറക്കാൻ സാധിക്കില്ല. ആ വിദ്യാലയത്തിൽ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു സംഘടനയ്ക്ക് ഇത്തരത്തിലൊരു സംവിധാനം ചെയ്യുവാൻ തോന്നി എന്ന് പറയുമ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ് നമുക്കെല്ലാവർക്കും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അവരിന്നിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 3 വർഷമായിട്ട് വിഷു കാലഘട്ടങ്ങളിൽ ഇവിടുത്തെ ഈ കടുക്കാംകുന്നത്തെ യഥാർത്ഥത്തിൽ അർഹരായിട്ടുള്ള ആളുകളെ കണ്ടെത്തിക്കൊണ്ട് ചെറുതാണെങ്കിലും അവർക്കൊരു വിഷുക്കൈ നീട്ടം കൊടുക്കുക എന്നുള്ള ഒരു തീരുമാനമെടുത്തതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകളെയും നിറഞ്ഞ മനസ്സോടു കൂടിയിട്ട് അഭിനന്ദിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഏതായാലും തുടർന്നുള്ള നാളുകളിലും അവർക്ക് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുവാൻ ആവശ്യമായിട്ടുള്ള എല്ലാവിധ സഹായങ്ങളും സർവേശ്വരൻ നൽകട്ടെ എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയുവാനുള്ളത്. മറ്റൊന്നും ഇല്ലാതല്ല, മറ്റേതും ഇതുപോലെയാവില്ല. ടോപ്പ് ഇൻ ടൗൺ പാലക്കാട് സന്ദർശിക്കുക. ടോപ്പ് ഇൻ ടൗൺ. നാട്ടിലെ വാർത്താ സ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു.